Yes, hi all, good morning. So, Naushad, start ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹായ് എന്നിട്ടുണ്ട്. ഹായ് നൗഷാദ്, ഹായ്. അപ്പോൾ കുറച്ചായി നമ്മളിന്ന് ലൈവ് സെഷനിൽ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നമുക്കറിയാം, സോ നമ്മളൊരു സീരീസ് ഓഫ് ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് അതെല്ലാം നമ്മളൊരു സീരീസ് ഓഫ് ലൈവ് സെഷനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് വി ഹാവ് ഓൾമോസ്റ്റ് റീച്ച് ടുവേർഡ്സ് ദാറ്റ്. ആ ഒരു ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാം പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലിസണിങ്ങിന്റെ ഒരു ലൈവായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു എറ്റ് അനദർ ലൈവ് സെഷൻ ഫ്രം IILT. നിങ്ങൾക്കറിയാം, സോ ഐ എം ഹരി, വൺ ഓഫ് ദി സർട്ടിഫൈഡ് OET trainers ഫ്രം IILT. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മിനിറ്റ്സ് സോ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് അവർ ഫ്രണ്ട്സ് ജോയിൻ. അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സംഭവം പറയുകയാണെങ്കിൽ, നമ്മൾ റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, അപ്പോൾ നമ്മളത് ചെയ്തതിൽ ഇപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിസണിങ് ആയിരിക്കും നമ്മളിന്ന് ചെയ്യുക. അപ്പോൾ ലിസണിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ലിസണിങ് പാർട്ട് A എന്താണെന്നും, അല്ലെങ്കിൽ ലിസണിങ്ങിന്റെ ഒരു ടോട്ടൽ എക്സാം ഫോർമാറ്റ് എന്തെന്നും, ലിസണിങ് പാർട്ട് A എന്ത്, പാർട്ട് B എന്ത്, പാർട്ട് C എന്ത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ലൈവ് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് എയിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര, അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, പാർട്ട് ബിയിൽ എങ്ങനെ അത് ടാക്കിൾ ചെയ്യാം, പാർട്ട് C എങ്ങനെ, അതൊക്കെ നമ്മളൊരു സീരീസ് ഓഫ് ലൈവ് സെഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടുഡേ നമ്മൾ കുറച്ച് കോമൺ തിങ്സ്, അപ്പോൾ നമ്മൾ ലിസണിങ് ചെയ്യുമ്പോൾ, ഇപ്പോൾ പാർട്ട് A ആണെങ്കിലും B ആണെങ്കിലും C ആണെങ്കിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റുഡൻസ്, OET കാൻഡിഡേറ്റ്സ് ചില മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി നമ്മൾ ഈ ലിസണിങ് ചെയ്യുമ്പോൾ. അപ്പോൾ വാട്ട് ആർ ദ കോമൺ മിസ്റ്റേക്സ് ദാറ്റ് വി ഷുഡ് നോട്ട് കമ്മിറ്റ് വെൻ വി ആർ ടേക്കിംഗ് ദിസ് ലിസണിങ് മൊഡ്യൂൾ എന്നുള്ളതും, പിന്നെ കുറച്ച് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, നമ്മുടെ ലിസണിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ലിസൺ ചെയ്യണം, എങ്ങനെ നമുക്ക് അതിനകത്തേക്കുള്ള ആൻസറിലേക്ക് എത്താം എന്നുള്ള ഒരു ടിപ്സ്, ആ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുക. സോ ടുഡേസ് സെഷൻ ഈസ് അബൌട്ട് ദി we are discussing about the common mistakes and the tips that we need to follow. Mistakes follow ചെയ്യണമെന്ന് എല്ലാവരും ഞാൻ പറഞ്ഞത്. So mistakes that we need to avoid and the tips that we need to follow, അല്ലെങ്കിൽ the strategy that we need to follow in order to crack OET listening, or in order to make that listening module a bit more easier. അതാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. Okay, so just let's wait for some time, a couple of minutes, so that the rest of them joins. Naushad, hi, how are you? ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇന്നത്തെ സെഷന്റെ ഒരു സംഭവത്തിലോട്ട് പോവാം. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഐ ഹാവ് മെൻഷൻ ദാറ്റ് ലിസണിങ്ങിന്റെ ഒരു കോമൺ കാര്യങ്ങൾ, സംതിങ് ദാറ്റ് വി നീഡ്സ് ടു ഫോളോ, സംതിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ വി ആർ ഡൂയിങ് ദിസ് ലിസണിങ് മൊഡ്യൂൾ. അതാണ് നമ്മളിന്ന് പോവുക. സോ ആസ് ഇറ്റ് ഇസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ലൈഡ്, കോമൺ മിസ്റ്റേക്സ് ആൻഡ് ടിപ്സ്, OET ലിസണിങ്ങിന്റെ കോമൺ മിസ്റ്റേക്സ് ആൻഡ് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ഐ ഗോ വിത്ത് ദ സെഷൻ, വിപിൻ, ഹായ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഓക്കെ, വിപിൻ നമ്മുടെ ഒരു സ്ഥിരം, യെസ്. അപ്പോ ലിസണിങ് എന്താണ്? നമ്മൾ ലിസണിങ് ഇപ്പൊ നമ്മൾ നേരത്തെ ലൈവ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് നമ്മൾ പോയി ജോലി ചെയ്യുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കേട്ട് നമ്മൾ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ലിസണിംഗ് ടെസ്റ്റിന്റെ മേജർ അനാലിസിസ്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ടെല്ലിംഗ്, എസ്പെഷ്യലി ദ പീപ്പിൾ ഹു ഹാവ് ഇംഗ്ലീഷ് ആസ് ദ മദർ ടങ്. അപ്പോൾ ഇംഗ്ലീഷ് അവർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി, അവർ പറയുന്ന സ്ട്രക്ചർ, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന അതേ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വെദർ വി ക്യാൻ ഗിവ് എ റിപ്ലൈ എന്നുള്ളതാണ് നമ്മൾ ലിസണിംഗ് ടെസ്റ്റിൽ നോക്കുക. സോ ദർ ആർ മെനി തിങ്സ് ദാറ്റ് കംസ് ആസ് എ ഹേർഡിൽ വെൻ വി കം ടു ദിസ് ലിസണിംഗ് മൊഡ്യൂൾ. അപ്പോൾ എന്തായിരിക്കാം നമ്മുടെ ലിസണിങ്ങിന്റെ മേജർ പ്രോബ്ലംസ്?
നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആണ് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അയർലൻഡിഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ന്യൂസിലാൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. സോ അവർ പറയുന്ന അതേ സ്ലാങ്, അവർ പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ, അവർ പറയുന്ന ആ ഒരു രീതി, വൈഗ ഹായ്, ആ രീതി അവർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് വി ഹാവ് വെൻ വി കം ഫോർ ലിസണിങ് അല്ലെങ്കിൽ വെൻ വി ഗോ ഫോർ ലിസണിങ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ആസ് ഇന്ത്യൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ആയിരിക്കില്ല ദാറ്റ് ദേ ആർ ടെല്ലിങ്. അപ്പോൾ അവർ പറയുന്ന അതേ രീതിയിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കി വെദർ വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ വെദർ വി ആർ ഏബിൾ ടു റൈറ്റ് എന്നുള്ളതാണ് നമ്മുടെ ലിസണിങ്ങിന്റെ മേജർ സംഭവം. അപ്പൊ ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ലിസണിങ്ങിൽ ടോട്ടൽ, അപ്പൊ OET നമ്മുടെ ലിസണിങ്ങിന്റെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫോമാറ്റ് ഉണ്ട്. അതിന് നമുക്ക് 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 42 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 3 പാർട്ടായിട്ട് ABC എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. പാർട്ട് എയിൽ നിങ്ങൾക്കറിയാം 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻഡ് പാർട്ട് സിയിൽ ദ റിമൈനിങ് 12 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ലിസണിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് തന്നിരിക്കുക. അപ്പൊ പാർട്ട് എയിൽ നമ്മൾ എന്താ ചെയ്യുക? പാർട്ട് എയിൽ നമുക്ക് ഒരു പേഷ്യന്റ് ലെഡ് ഡയലോഗ് ആയിരിക്കും നമുക്ക് തരിക. ആ പേഷ്യന്റ് ലെഡ് ഡയലോഗിൽ ആ ഒരു ചില വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് അവർ അതിൽ നിന്നും ഇറേസ് ചെയ്യും. അത് കേട്ടതനുസരിച്ച് നമ്മൾ ആ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് ആ മിസ്സിംഗ് ബ്ലാങ്കിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പാർട്ട് എയിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, ആൻഡ് അതാണ് പാർട്ട് എയുടെ എക്സ്ക്ലൂസിവിറ്റി. ആൻഡ് വെൻ വി കം ടു പാർട്ട് ബി ആൻഡ് പാർട്ട് സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ പാർട്ട് ബിയിലും പാർട്ട് സിയിലും നമുക്ക് പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻസും നമുക്ക് പാർട്ട് സിയിൽ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ 6 + 12 18 ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. സോ 18 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് ബിയിലും സിയിലും ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ 18 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോളോഡ് ബൈ 3 ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിരിക്കും. ബേസ്ഡ് ഓൺ അവർ ഹിയറിംഗ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻ. ഇതാണ് ലിസണിങ്ങിന്റെ ആകെയുള്ള ഒരു നട്ഷൽ അല്ലെങ്കിൽ ആകെയുള്ള ഒരു ബ്രീഫ്. അപ്പോൾ സംതിങ് ദാറ്റ് വി നീഡ് ടു റൈറ്റ്, നമ്മൾ ആൻസർ എഴുതേണ്ടത് പാർട്ട് എയിലും ബാക്കി ഓപ്ഷൻ A, B ആണോ C ആണോ എന്നുള്ളത് നമ്മൾ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പാർട്ട് B ആൻഡ് സിയിലെ നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ നമുക്ക് എന്തായിരിക്കാം നമുക്ക് പാർട്ട് എയിലെ നമുക്ക് കോമൺ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെൻ വി കം ടു പാർട്ട് എ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ നമ്മൾ എന്തായിരിക്കും പറഞ്ഞേ? സോ ലിസണിങ് ആണ് നമ്മുടെ മൊഡ്യൂൾ. സോ ലിസണിങ് ആണ് നമ്മുടെ മൊഡ്യൂൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു സംതിങ് ദാറ്റ് വി ക്യാൻ സീ, നമുക്ക് എന്തെങ്കിലും ഒരു ഓഡിയോ നമുക്ക് കേൾക്കും. ആ ഓഡിയോ, ബേസ്ഡ് ഓൺ ദാറ്റ് ഓഡിയോ വി നീഡ് ടു റൈറ്റ് ദി ആൻസർ. അതാണ് നമ്മുടെ പാർട്ട് എ അല്ലെങ്കിൽ ലിസണിങ്ങിന്റെ എൻറ്റയർ മൊഡ്യൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമ്മൾ പറയും. ആൻഡ് വെൻ വി കം ടു പാർട്ട് എയിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പാർട്ട് എയിൽ നമുക്കൊരു പേഷ്യന്റ് ലെഡ് ഡയലോഗ് ആയിരിക്കും. ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ഹി വിൽ ബി ഹാവിംഗ് എ കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ഓർ ബി ഹാവിംഗ് എ കൺസൾട്ടേഷൻ. ആ കൺസൾട്ടേഷന് ദേ വിൽ ബി ഗിവൺ ആസ് ക്വസ്റ്റ്യൻസ്. ആ കൺസൾട്ടേഷനിൽ ചില വേർഡ്സ്, ചില ഫ്രേസസ് ഒക്കെ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ആ വേർഡ് നമ്മൾ അതിനകത്തേക്ക് മിസ്സിംഗ് വേർഡ് നമ്മൾ ആ ബ്ലാങ്കിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ടാസ്ക്. Okay, so that is the task when we come to part A. അപ്പോൾ look at the first slide. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? റൈറ്റ് എക്സാക്ട്ലി വാട്ട് യു ലിസൺ. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കും നമ്മളത് കവിത, ഹായ് കവിത, ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കും നമ്മൾ മിസ്സിംഗ് എന്ന് പറയുന്നു. സോ നമ്മൾ ആ പെർട്ടിക്കുലർ വേർഡ് എങ്ങനെയാണോ നമ്മുടെ ഓഡിയോയിൽ കേൾക്കുന്നത് ആ വേർഡ് തന്നെ എഴുതണം. നമുക്ക് ആ വേർഡിനെ വേറെ രീതിയിൽ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി അപ്സെറ്റ് ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ. എക്സാമിനേഷന്റെ സമയത്ത് എനിക്ക് ഐ വാസ് എക്സ്ട്രീംലി അപ്സെറ്റ് എന്നായിരിക്കും നമ്മുടെ ഓഡിയോ കേൾക്കുക. അപ്പൊ അവരതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തരും? ഡ്യൂറിംഗ് എക്സാമിനേഷൻ ഐ ഫെൽറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡാഷ് വരും. അപ്പോൾ ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി അപ്സെറ്റ് ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ എന്നാണ് നമ്മുടെ ഓഡിയോ കേൾക്കുന്നത്. പക്ഷെ അവരത് ക്വസ്റ്റ്യൻ വെൻ ദേ കൺവേർട്ട് ഇറ്റ് ഇൻടു എ ക്വസ്റ്റ്യൻ ദേ വിൽ ബി ഗിവിംഗ് ലൈക്ക് ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ഐ ഫെൽറ്റ് ഡാഷ്. അപ്പൊ എന്താ നമ്മുടെ ഇമോഷണൽ കണ്ടന്റ് അവിടെ അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് അവിടെ നമുക്ക് അപ്സെറ്റ് ആണ്. തുഷാര ഹായ്, രമ്യ ഹായ്, ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഡ്യൂറിംഗ് എക്സാമിനേഷൻ ഐ ഫെൽറ്റ് ഡാഷ്. അപ്പൊ നമ്മുടെ ഓഡിയോയിലെ വേർഡ് എന്താ? അപ്സെറ്റ്. സോ വി നീഡ് ടു റൈറ്റ് ദ സെയിം വേർഡ് അപ്സെറ്റ് ദർ. അല്ലാതെ അപ്സെറ്റിന്റെ പകരം നമ്മൾ വറീഡ്, നെർവസ് എന്നുള്ള വേർഡൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. സോ ദ ഫസ്റ്റ് ടിപ്പ് ദാറ്റ് വി നീഡ് ടു, ആൻഡ് മിസ്റ്റേക്ക് ഒരു ടിപ്പും കൂടിയാണ്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് റൈറ്റ് ദ എക്സാക്ട് വേർഡ് ആസ് യു ലിസൺ ഇൻ ടു ദ
ആസ് യു ലിസൺ ദ ഓഡിയോ. ഓഡിയോയിലെ അതേ വേർഡ് തന്നെ എഴുതാൻ നോക്കുക. യെസ്, ഇനിയാണ് ലിസണിങ്ങിന്റെ മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസും അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സും ചോദിക്കുന്ന ഒരു സംഭവമാണ് ദ നെക്സ്റ്റ് തിങ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. റീഡിംഗ് പോലെ അല്ല ലിസണിംഗിൽ. റീഡിംഗിൽ എന്താ സംഭവം, ആ മൈനർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്യാൻ കോസ് പ്രോബ്ലംസ്. നമ്മളൊരു സ്ലൈറ്റസ്റ്റ് ഓഫ് ദി എറർ നമ്മൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസണിങ്ങിന്റെ മാർക്സ് പോകും, സോറി റീഡിങ്ങിന്റെ മാർക്സ് പോകും. പക്ഷെ ലിസണിങ്ങിൽ വന്നു കഴിയുമ്പോൾ ആസ് ഐ ഓൾറെഡി ടേക്കൺ ഇൻ ദ പ്രീവിയസ് ലൈഫ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ കാര്യത്തിൽ വെൻ വി കം, സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ ലിസണിങ്ങിൽ സ്ലൈറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ദേ ആർ അലൗവിങ്. നമുക്ക് കുറച്ച് സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് ഒറ്റ പ്രശ്നമുണ്ട്. വെൻ യു മേക്ക് ദാറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആ പർട്ടിക്കുലർ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വേർഡിന്റെ മീനിങ് ഡിസ്ട്രോട്ടഡ് ആയി പോകരുത്. Okay, so what I need to tell is that minor spelling mistakes are okay, but when you make that spelling mistake, it should not change the meaning or it should change the pronunciation of that word. Okay, for example, heel. എങ്ങനെയാ പറയാ, HEAL ഹീൽ ഉണ്ട്, HEEL ഹീൽ ഉണ്ട്. HEAL ഹീൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുറിവൊക്കെ ഹീൽ ചെയ്യാം, ഉണങ്ങുക എന്നൊരു കാര്യമുണ്ട്. HEL ഹീൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹീൽ. ഓക്കെ, സോ നമ്മൾ അത് കേട്ടിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് HEAL ആണ് നമുക്ക് എഴുതേണ്ട വേർഡ്, പക്ഷെ നമ്മൾ HEEL എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലോ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ മാറിപ്പോകും. Okay, so pronunciation മാറിപ്പോകും, ആ വേർഡിന്റെ മീനിങ് മാറിപ്പോകും. Everything will change. So when you make spelling mistakes, make sure that you don't change the meaning of that word. At the same time, you don't change the pronunciation of the word. അതാണ് another mistake or the thing that we, or the tip that we need to understand. Okay, I hope that is clear. ഇനിയാണ് നെക്സ്റ്റ് തിങ്, സിംഗുലർ ഓർ പ്ലൂറൽ. സിംഗുലർ ഓർ പ്ലൂറൽ, അപ്പോൾ ഞാൻ ലിസണിങ്ങിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ചില സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് പാർട്ട് എയിൽ, സർ ഞാൻ ഹാൻഡ്സ് എന്ന് എഴുതിയില്ല അല്ലെങ്കിൽ ലെഗ്സ് എന്ന് എഴുതിയില്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് തിങ് ഞാൻ ഹാൻഡ് എന്ന് എഴുതിയോളൂ അല്ലെങ്കിൽ ലെഗ് എന്ന് എഴുതിയോളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ദാറ്റ് ഇസ് വെരി സില്ലി മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളൊരു മെഡിക്കൽ ഫ്രെയിം ഓഫ് റെഫറൻസിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഹാൻഡ്സ്, ലെഗ്സ്, ഐസ്, ഇയേഴ്സ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓഡിയോ പറയുന്ന എന്തായിരിക്കും, ഐ ഹാവ് പെയിൻ ഇൻ മൈ ലെഗ്സ്. അപ്പോൾ രണ്ട് കാലിലും എനിക്ക് പെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ലെഗ്സിന് പകരം ഐ ഹാവ് പെയിൻ ഇൻ മൈ ലെഗ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഒരു കാലിലും മാത്രമേ നമുക്ക് പെയിൻ ഉള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരും. സോ അതൊരു ഡയഗ്നോസ്റ്റിക് എററാണ് അല്ലെങ്കിൽ അതൊരു മെഡിക്കൽ എററാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ ടേംസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ OET ലിസണിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ വെൻ വി കം ടു ദിസ് മെഡിക്കൽ സ്ട്രക്ചർ ഓർ ഇൻ ടു ദിസ് ഫ്രെയിം ഓഫ് റെഫറൻസ്, സിംഗുലർ ഓർ പ്ലൂറൽ, അവർ പറഞ്ഞിരിക്കുന്ന സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പോൾ സിംഗുലർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറൽ എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഐയിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക, ഇറിറ്റേഷൻ ഇൻ വൺ ഓഫ് മൈ ഐസ് ഓൺ ഇൻ മൈ ലെഫ്റ്റ് ഐ എന്നായിരിക്കും തന്നിരിക്കുക. അപ്പോൾ ഇറിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് എന്നായിരിക്കും തരിക. അപ്പോൾ ഒരു ഐയിൽ മാത്രമേ ഇറിറ്റേഷൻ ഉള്ളൂ, പക്ഷെ നമുക്കവിടെ ഐസിന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും, രണ്ട് കണ്ണിലും ഇറിറ്റേഷൻ ഉണ്ട് എന്നാവും. സോ വെൻ വി കം ടു OET listening, റൈറ്റിംഗ് സിംഗുലർ ഓർ പ്ലൂറൽ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അതൊരു എററിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ ദ ടേംസ് ഓഫ് ഡയഗ്നോസിസ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് തിങ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് ഞാൻ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് നെക്സ്റ്റ് പോയിന്റ് തന്നിരിക്കുന്നത്, മിസ്റ്റേക്സ് ഇൻ ഹോമോഫോൺസ്. എന്താണ് ഹോമോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, റൈറ്റ്. ഹോമോഫോൺസ് മീൻസ് ദാറ്റ് ദീസ് ആർ ദ വേർഡ്സ് ഹാവിംഗ് ഡിഫറെന്റ് സ്പെല്ലിംഗ് ബട്ട് ദ സെയിം പ്രൊനൗൺസിയേഷൻ. സ്പെല്ലിംഗ്സ് വേറെ ആയിരിക്കും പക്ഷെ പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും. നോക്കി, റൈറ്റ്. അപ്പോൾ WRITE റൈറ്റ് എന്നുള്ളതും RIGHT രണ്ടിന്റെ പ്രൊനൗൺസിയേഷൻ എന്താ, റൈറ്റ് എന്ന് തന്നെയാണ്. പക്ഷെ ബോത്ത് ക്യാരി ഡിഫറെന്റ് മീനിങ്. ഓക്കെ, ആദ്യത്തെ റൈറ്റ് എന്താ, നമ്മൾ എഴുതുന്നു. മറ്റേ റൈറ്റ് എന്താ, റൈറ്റ് ഹാൻഡ്, റൈറ്റ് സൈഡ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഓൺ മൈ റൈറ്റ് ആംഗിൾ, ഓൺ മൈ റൈറ്റ് നീ, ഓൺ മൈ റൈറ്റ് ഹാൻഡ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓഡിയോ തരിക. പക്ഷെ ബൈ മിസ്റ്റേക്ക് വി റൈറ്റ് WRITE. അല്ലെങ്കിൽ ഐ ഹാവ് പ്രോബ്ലംസ് വൈൽ റൈറ്റിംഗ്, എനിക്ക് എഴുതുന്ന സമയത്ത് ഐ ഹാവ് സം പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഐ ഫീൽ സം സ്ലൈറ്റ് ഡിസ്കംഫേർട്ട് ഓർ ഐ ഫീൽ പെയിൻ വൈൽ റൈറ്റിംഗ് എന്നായിരിക്കും നമ്മുടെ ഓഡിയോ തന്നിരിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതി കഴിയുമ്പോൾ WRITEING എന്നുള്ളതിന് ചിലപ്പോൾ നമ്മൾ അത് മാറിയിട്ട് RIGHT റൈറ്റ് എന്നൊക്കെ എഴുതും. അപ്പോൾ ഹോമോഫോൺസ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മൾ RIGHTക്ക് പകരം നമ്മൾ RITE WRITE എഴുതിയാലത്തെ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ, ദ മീനിങ് കംപ്ലീറ്റ്ലി ചേഞ്ചസ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ the major thing is poor handwriting. ഇതാണ് another question that many of the OET candidates ask.
എന്നോട് മിക്കവാറും ചോദിക്കാറുണ്ട്, സാർ നമ്മൾ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ പാർട്ട് എയിൽ നമുക്ക് എഴുതണമല്ലോ, എഴുതുന്ന സമയത്ത് നമുക്ക് സ്മോൾ ലെറ്റർ ഉപയോഗിക്കാവോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാവോ എന്നുള്ളൊരു കോമൺ ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ സംഭവം, നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൻസർ നമ്മൾ റീഡിങ്ങിലോ ലിസണിങ്ങിലോ പാർട്ട് എയിലോ നമ്മൾ എഴുതുമ്പോൾ കംപ്ലീറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതണം, ബ്ലോക്ക് ലെറ്റേഴ്സിൽ തന്നെ എഴുതണം, സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം എന്ന് റൂളൊന്നുമില്ല. There is no such rule that you should follow a particular thing. പക്ഷേ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിൽ നമ്മൾ മിക്കവാറും എഴുതുന്ന ഏത് രീതിയിലായിരിക്കും, റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കും അല്ലെ. സോ നമ്മൾ റണ്ണിങ് ലെറ്റേഴ്സിൽ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ദ എക്സാമിനർ ഹു വാല്യൂസ് യുവർ പേപ്പർ, അല്ലെങ്കിൽ നിങ്ങളെ എഴുതിയിരിക്കുന്ന വാല്യൂ ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് തന്നെ തോന്നുവാണ് നമ്മുടെ റണ്ണിങ് ലെറ്റേഴ്സ് അപ്പുറം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലെജിബിൾ ആണ് എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദിസ് സ്മോൾ ലെറ്റേഴ്സ്, ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദിസ് റണ്ണിങ് ലെറ്റേഴ്സ്. അപ്പോൾ അവിടെ ക്യാപ്സ് ലോക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. സോ പുവർ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. മേക്ക് ഷുവർ ദാറ്റ് വൈൽ യു ആർ റൈറ്റിംഗ് ഇറ്റ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ ഓർ ഇറ്റ് ഈസ് പ്യുവർലി ലെജിബിൾ ടു ദ പേഴ്സൺ സിറ്റിംഗ് ഓൺ ദി അതർ സൈഡ് ഓർ ദ പേഴ്സൺ ഹു വാലുവേറ്റ്സ് യുവർ ആൻസർ. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് തിങ് നോക്കിയേ, റൈറ്റിംഗ് ടു മച്ച് ആൻഡ് നോട്ട് റൈറ്റിംഗ് ഇനഫ്. അപ്പൊ നമ്മളൊരു ഓഡിയോ കേൾക്കും, ആ ഓഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻക്ലൂഡിംഗ് ദ ഇൻഫർമേഷൻ ദാറ്റ് വി ഡോണ്ട് നീഡ്, അതാണ് റൈറ്റിംഗ് ടു മച്ച് എന്നും. ആൻഡ് നോട്ട് റൈറ്റിംഗ് ഇനഫ്. നോട്ട് റൈറ്റിംഗ് ഇനഫ് എന്ന് പറഞ്ഞാൽ എന്താ, വി ആർ നോട്ട് കംപ്ലീറ്റിംഗ് ദ എക്സാക്ട് ഫ്രേസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ടല്ലോ. എക്സാമ്പിൾ, ഫീലിംഗ് ടയേർഡ്. സോ ഐ വാസ് ഹാവിംഗ് എ ലോങ് ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഐ വാസ് ഫീലിംഗ് വെരി ടയേർഡ് എന്നായിരിക്കും നമ്മുടെ ഓഡിയോ പറയാം. ഐ വാസ് ഹാവിംഗ് എ ലോങ് ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഐ എം ഫീലിംഗ് വെരി ടയേർഡ്, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് ടയേർഡ് എന്നായിരിക്കും എഴുതുക. പക്ഷെ നമ്മൾ എന്ത് എഴുതും, സെൻസേഷൻ അല്ലെങ്കിൽ ഫീലിംഗ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടയേർഡ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ, സോ വെരി ടയേർഡിന് വെരി ടയേർഡ് എന്ന് തന്നെ എഴുതുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആഡ് ഓൺ തന്നിട്ടുണ്ടെങ്കിൽ എഴുതുക. ഓക്കെ, സോ എക്സാമ്പിൾ, ഫീലിംഗ് ടയേർഡിന് നമ്മൾ ഫീലിംഗ് ടയേർഡ് എന്ന് തന്നെ എഴുതുക. അവിടെ ടയേർഡ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, നമ്മൾ വിചാരിക്കും ടയേർഡ് എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടല്ലോ, അതിന്റെ ക്രക്സ് വന്നിട്ടുണ്ടല്ലോ, പക്ഷെ ബാക്കി അത് പോരെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് പോരാ. വി നീഡ് ടു റൈറ്റ് ദി എക്സാക്ട് വേർഡ് ആസ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ ഓഡിയോ. ഓക്കെ, ഷംസുദ്ദീൻ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. സെയിം ടു ഷംസുദ്ദീൻ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ടു ഗുഡ്. ഓക്കെ, പിന്നെ എന്താ പറയാ, അണ്ടർസ്റ്റാൻഡിങ് ഫ്രേസസ് ആൻഡ് ലേർഡ് ടേംസ്. അതാണ് ദ നെക്സ്റ്റ് കോമൺ ടിപ്പ് ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രേസസ് ആൻഡ് ലേർഡ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓഡിയോ കേൾക്കുകയാണ്, ഐ സ്പെൻഡ് ഓൾ നൈറ്റ് ത്രോയിങ് അപ്പ്. ഓഡിയോ പറയാണ് ഐ സ്പെൻഡ് ഓൾ നൈറ്റ് ത്രോയിങ് അപ്പ് എന്ന്. അപ്പോ ഇതിനകത്തെ ഫ്രേസൽ വേർബ് എന്താ, ത്രോയിങ് അപ്പ് എന്നുള്ളതാണ് ഫ്രേസൽ വേർബ് അല്ലെ. അപ്പോൾ ആ ത്രോയിങ് അപ്പ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ആ ത്രോയിങ് അപ്പ് എന്ന് പറയുന്ന വേർഡ്, സോ ആ ത്രോയിങ് അപ്പ് എന്നുള്ള വേർഡിനെ പാരാഫ്രൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ എക്സ്ട്രാക്റ്റിൽ തന്നിരിക്കുക. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഫ്രേസൽ വേർബ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദ ടേംസ് ദാറ്റ് ദേ ആർ യൂസിങ്, അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ത്രോയിങ് അപ്പ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്സാമ്പിൾ ത്രോയിങ് അപ്പ് എന്നുള്ളതാണ്. സോ ത്രോയിങ് അപ്പ്, വാട്ട് യു മീൻ ബൈ ത്രോയിങ് അപ്പ്? വോമിറ്റിംഗ്. എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ത്രോയിങ് അപ്പിന് പകരം അപ്പൊ എന്താണ്, ഐ സ്പെൻഡ് ഓൾ നൈറ്റ് ത്രോയിങ് അപ്പ്, എനിക്ക് രാത്രി മുഴുവൻ വോമിറ്റിംഗ് ആയിരുന്നു, എനിക്ക് രാത്രി മുഴുവൻ ഛർദിലായിരുന്നു എന്നാണ് അതിന്റെ വേർഡ് മീനിങ്, അല്ലെങ്കിൽ അതിന്റെ മീനിങ്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ത്രോയിങ് അപ്പിനെ നേരെ കോണ്ടെക്സ്റ്റിലോട്ട് മാറ്റിയിട്ട് വോമിറ്റിംഗ് തന്നിട്ട് അവർക്ക് ഒരു ഡാഷ് വരാം. അപ്പൊ എന്തായിരിക്കും, വോമിറ്റിംഗ് നടന്നത് എപ്പോഴാണ്, ഹോൾ നൈറ്റ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഫ്രേസൽ വേർബ്സ് ഓർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ആർ ദേ ടെല്ലിംഗ് ഇൻ ദ ലേറ്റ് ടേംസ്, ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പാർട്ട് എയിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, സോ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ റൈറ്റ് എക്സാക്ട്ലി വാട്ട് യു ലിസൺ. പിന്നെ എന്താണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സിംഗുലർ ഓർ പ്ലൂറൽ അത് ശ്രദ്ധിക്കുക. പിന്നെ മിസ്റ്റേക്സ് ഇൻ ഹോമോഫോൺ അത്, പിന്നെ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യം നമ്മൾ പറയുന്നു, പിന്നെ റൈറ്റിംഗ് ടു മച്ച് ടു ലിറ്റിൽ, ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫ്രേസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ലേറ്റ് ടേംസ്. സോ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ ടിപ്സ് ദാറ്റ് ഓർ സം ഓഫ് ദ കോമൺ മിസ്റ്റേക്സ് ആൻഡ് ടിപ്സ് ദാറ്റ് വി നീഡ് ടു ഫോളോ വെൻ വി കം ടു പാർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് കുറച്ചുകൂടെ നോക്കാം. അത് ഞാൻ നേരത്തെ ലിസണിങ് പാർട്ട് പറഞ്ഞപ്പോൾ അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോമൺ ലിസണിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, അതാണ് ശ്രദ്ധിക്കുന്നത്. വി ആർ ലിസണിങ് ഫോർ സ്കെയിൽ, പെയിൻ സ്കെയിൽ, അത് ഒരു റേഞ്ച്, അത് നമ്മൾ ശ്രദ്ധിക്കുന്നു. സിനണിംസ് നേരത്തെ പാർട്ടിയിൽ പറഞ്ഞിരിക്കുന്നതാണ്, കോണ്ടെക്സ്റ്റിനെ എങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് നമുക്ക്
നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള സിനോണിംസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സിനോണിംസ് ആൻഡ് പാരാഫ്രൈസിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. കളക്റ്റീവ് വേർഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹാൻഡ്സ്, ലെഗ്സ്, അതുപോലത്തെ കളക്റ്റീവ് വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കുക. അഡ്ജക്റ്റീവ്, ഇന്റൻസ് പെയിൻ, ഐ എം വെരി ടയേർഡ്, ഇറ്റ്സ് ടു കോൾഡ് എന്നുള്ള അഡ്ജക്റ്റീവ്സും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുക. ടൈം എക്സ്പ്രഷൻസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ടിയിൽ. ടൈം എക്സ്പ്രഷൻസ് അപ്പോൾ 2 weeks, 3 weeks, 18 months, a second, 2 seconds, the pain lasted for a week എന്നുള്ള ടൈം എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കുക. കോൺട്രാസ്റ്റ് വേർഡ്സ് അറിയാലോ, ഓപ്പോസിറ്റ് മീനിങ് തരുന്ന ബട്ട്, ഹവർ, വൈൽ എന്നുള്ള വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മോഡൽ വേർബ്സ്, മേ, മൈറ്റ്, ഷുഡ് എന്നുള്ള വേർഡ്സ്. സോ മേജർലി നമ്മൾ ലിസണിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്കെയില്, സിനോണിംസ്, then it's go for paraphrasing, collective words, adjective, time expressions, contrast and modal verbs. Okay, so ഇതാണ് നമ്മൾ കൂടുതലും നമ്മൾ പാർട്ട് എയിൽ ലിസണിംഗിൽ നമ്മൾ ശ്രദ്ധിക്കുക. സോ ഇത് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പാർട്ട് എയുടെ ലൈവ് സെഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണാൻ നോക്കുക. നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും റെഡിലി അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ഇനി നമ്മൾ പാർട്ട് എയിൽ നമ്മൾ മേജർലി ഫോളോ ചെയ്യുന്ന ഒരു 3 steps ആണ്. പ്രഡിക്ഷൻസ്, ആന്റിസിപ്പേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിവെയർ ഓഫ് പാരഫ്രൈസിംഗ് ആൻഡ് ബിവെയർ ഓഫ് കളക്റ്റീവ് വേർഡ്സ്. സോ ബിവെയർ ഓഫ് പാരഫ്രൈസ്, കളക്റ്റീവ് വേർഡ്സ് എന്നാണെന്നുള്ള ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. സോ എന്താണ് പ്രഡിക്ഷൻ ആൻഡ് ആന്റിസിപ്പേഷൻ ആൻഡ് ബിവെയർ ഓഫ് പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഡിക്ഷൻ ആൻഡ് ആന്റിസിപ്പേഷൻ, നമുക്ക് പാർട്ട് എയിൽ നമുക്കൊരു വേർഡിനെ അല്ലെങ്കിൽ അവിടെ ആ ഡാഷിൽ വരുന്ന വേർഡ് എന്താണ് അല്ലെങ്കിൽ അവിടെ മിസ് ചെയ്ത വേർഡ് എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി വന്നിട്ട് ഒരു ഡോക്ടറിനോട് പറയാണ് എനിക്ക് പെയിൻ ഉണ്ട്, കാലിലോ കയ്യിലോ അല്ലെങ്കിൽ ബോഡിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ എനിക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെയിനെ ആ വ്യക്തി ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഹൗ മച്ച് ഇസ് ഹിസ് പെയിൻ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും തന്നിരിക്കുക, ആ പെയിൻ എന്ന് പറഞ്ഞ് തന്നിട്ട് ഒരു ഡാഷ് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ. ആ പെയിൻ എന്ന് പറഞ്ഞതിന് ഒരു ഡാഷ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പെയിനെ എങ്ങനെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഡാഷിൽ എഴുതേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ വെൻ വി കം ടു ദിസ് മെഡിക്കൽ ടേംസ്, നമുക്ക് പെയിനെ നമ്മൾ ടിപ്പിക്കലി ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? നമ്മൾ മൈൽഡ് എന്ന് ഉപയോഗിക്കുന്നു, നമ്മൾ മോഡറേറ്റ് എന്ന് ഉപയോഗിക്കുന്നു, നമ്മൾ ഇന്റൻസ് എന്ന് ഉപയോഗിക്കുന്നു, സിവിയർ എന്ന് ഉപയോഗിക്കുന്നു, എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് ഉപയോഗിക്കുന്നു. സോ these are the words that we use to commonly define pain when we come to a medical setting or when we come to a healthcare setting. അല്ലാതെ നമുക്ക് I have very pain, I had അങ്ങനെയുള്ള എനിക്ക് കണ്ടമാനം വേദനയായിരുന്നു നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ അതിനെ നമുക്ക് കോറിലേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ് നമുക്ക് ഉപയോഗിക്കില്ല. സോ മെഡിക്കൽ സെറ്റിംഗിൽ വന്നു കഴിയുമ്പോൾ അത് പ്രൊഫഷണൽ വേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വേർഡ്സ് നേരത്തെ പറഞ്ഞ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇന്റൻസ്, സ്റ്റിംഗിങ്, ടിംഗ്ലിംഗ്, എക്സ്ക്രൂഷിയേറ്റിംഗ്, ഇതുപോലത്തെ വേർഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതുപോലത്തെ വേർഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ വെൻ യു ഹിയർ ദാറ്റ് വേർഡ്, ആ പർട്ടിക്കുലർ ആ പെയിനെ സെൻസ് ചെയ്യിക്കുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് നമ്മുടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് അവിടെ എഴുതാം. പിന്നെ വേർഡ് പറയുകയാണെങ്കിൽ എന്താ, ദ പെയിൻ ലാസ്റ്റഡ് ഫോർ, ദ പെയിൻ ലാസ്റ്റഡ് ഫോർ എന്നായിരിക്കും ഒരു ഡാഷ് തന്നിരിക്കും. ദ പെയിൻ ലാസ്റ്റഡ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായിരിക്കും, കുറച്ച് കാലത്തേക്ക് ആ പെയിൻ എനിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് എന്നിൽ ആ പെയിൻ നിലനിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെയിൻ ലാസ്റ്റഡ് ഫോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള ഡാഷിൽ എന്തായിരിക്കും വരിക, അവിടെ ഒരു ടൈം എക്സ്പ്രഷൻ ആയിരിക്കും വരിക. ചിലപ്പോൾ 1 day എന്നായിരിക്കും, ചിലപ്പോൾ 2 days എന്നായിരിക്കും, 5 hours എന്നായിരിക്കാം, അല്ലെങ്കിൽ എ വീക്ക് എന്നായിരിക്കും, എ മന്ത് എന്നായിരിക്കും. സോ അവിടെ ഒരു ടൈം, അവിടെ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരു ടൈം എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ വരിക. സോ ഇങ്ങനെയാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ പാർട്ട് എയിലേക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ആന്റിസിപ്പേഷൻ പ്രഡിക്ഷൻ സ്ട്രാറ്റജി അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ബിവെയർ ഓഫ് പാരഫ്രൈസിംഗ്. നമ്മൾ എങ്ങനെയാണ് പാരഫ്രൈസിംഗ് എന്നുള്ള കാര്യം, എന്താ പാരഫ്രൈസിംഗ്? റീഡിംഗ് എടുത്തു കഴിഞ്ഞപ്പോഴും ലിസണിംഗ് എടുത്തു കഴിഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞാണ്. പാരഫ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ്, ആ വേർഡ് ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമ്മൾ എഴുതി കഴിയുമ്പോൾ ആ സെന്റൻസിന്റെ എക്സാക്ട് വേർഡ് ഉപയോഗിച്ച് തന്നെ എഴുതാതെ വി ആർ യൂസിങ് സം സിനോണിംസ്. സോ വി ആർ റീറൈറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സെന്റൻസ് by using synonyms. 2 conditions: it should not change the meaning of that term and you are not using the exact words. Okay, ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ വേർഡിന്റെ സെയിം മീനിങ് ഉള്ള സിനോണിംസ്, ഇൻ മലയാളം വി സേ പര്യായം, ആ സെയിം വേർഡ് ഉപയോഗിച്ച് നമ്മൾ ആ സെന്റൻസിന്റെ മീനിങ് ചോർന്നു പോകാതെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് സിംപ്ലി വി ആർ ടെല്ലിംഗ് വാട്ട് യു മീൻ ബൈ
വാട്ട് പാരഫ്രൈസിങ്. ഓക്കെ, സോ നമ്മുടെ ലിസണിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ പാരഫ്രൈസ് ചെയ്തായിരിക്കും നമുക്ക് എല്ലാ എക്സ്പ്രഷൻസും മെയിൻലി തന്നിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ ഒരു ത്രോയിങ് അപ്പ് പറഞ്ഞു. ആ ത്രോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോമിറ്റിംഗ് ആണ്. ആ ത്രോയിങ് അപ്പ് എന്ന് പറയുന്ന വേർഡിനെ ആയിരിക്കും അവർ വോമിറ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുക. ഫോർ എക്സാമ്പിൾ, I've been taking medications for the last 5 days. ഞാൻ കഴിഞ്ഞ 5 ദിവസമായിട്ട് മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മെഡിക്കേഷൻ എന്ന് പറയുന്ന വേർഡിനെ അവര് ടേക്കിംഗ് മെഡിസിൻസ് ഡാഷ് എന്ന് വന്നിട്ടുണ്ടായിരിക്കും, ടേക്കിംഗ് പിൽസ് ഡാഷ് എന്ന് വന്നിട്ടുണ്ടായിരിക്കും. സോ ആ മെഡിസിൻ, പിൽസ് എന്ന് പറയുന്ന എല്ലാം നമ്മുടെ ഓഡിയോയിൽ പറഞ്ഞ മെഡിക്കേഷൻ എന്ന് പറയുന്ന ടേമിന്റെ പാരഫ്രൈസിംഗ് ആണ്. സോ ഇതാണ് നമ്മൾ പാർട്ട് എയിൽ നമ്മൾ വീണ്ടും രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സോ ഫസ്റ്റ് ആന്റിസിപ്പേഷൻ, പ്രെഡിക്റ്റ് ചെയ്യുക. 2 എങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് നമ്മുടെ ഓഡിയോയിൽ നിന്നും കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ അവരത് എങ്ങനെ ആ വേർഡ്സ് അല്ലെങ്കിൽ ആ സെന്റൻസസ് പാരാഫ്രൈസ് ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് നോക്കാം. പിന്നെ ബിവെയർ ഓഫ് കളക്റ്റീവ് വേർഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് വെൻ വി കം ടു പാർട്ട് എ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടി ഒരു വേറൊരു കാര്യങ്ങൾ കൂടി ഞാൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇതൊരു പ്രാക്ടിക്കലി നമുക്ക് ഒരു എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലിസണിങ്ങിന്റെ ഒരു ടെക്സ്റ്റ് ആണ്. ആ ലിസണിങ്ങിന്റെ ടെക്സ്റ്റിൽ നമ്മുടെ പേഷ്യന്റിന്റെ പേര് റേസാൻസ് ആണ്. അപ്പൊ ഞാൻ അവിടെ ഒരു കുറച്ച് വേർഡ്സ്, കുറച്ച് ഫ്രേസസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? സോ നമുക്ക് ഒരു ആ ആൻസർ എഴുതേണ്ട ആ ഡാഷിന്റെ മുമ്പത്തെ വേർഡ്സ്, അല്ലെങ്കിൽ ആ ആൻസർ എഴുതേണ്ട ആ ഡാഷ് കഴിഞ്ഞിട്ടുള്ള വേർഡ്സ്, അതൊക്കെയാണ് ഞാൻ കൂടുതലും. പിന്നെ കോണ്ടെക്സ്റ്റും അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നോക്കിക്കേ, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സിംറ്റംസ്. പേഷ്യന്റ് സിംറ്റം ഡിസ്ക്രൈബ് ചെയ്യാണ്. ഞാൻ ആന്റിസിപ്പേഷനിലേക്കാണ് പറയുന്നത്. പെയിൻ ലൊക്കേറ്റഡ് ഇൻ, അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കും? പെയിന് എവിടെയോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഡി പാർട്ടിൽ എവിടെയോ പെയിൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പെയിൻ ലൊക്കേറ്റഡ് ഇൻ, ആ ലൊക്കേറ്റഡ് ഇൻ എന്നുള്ള വേർഡ് അതാണ് നമ്മുടെ കീവേഡ്. അതിന്റെ അർത്ഥം എന്താ? ആ ലൊക്കേറ്റഡ് ഇൻ എന്ന് പറയുന്ന അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, വി നീഡ് ടു റൈറ്റ് ദ നെയിം ഓഫ് എ ബോഡി പാർട്ട് ദർ. ഫോർ എക്സാമ്പിൾ, പെയിൻ ലൊക്കേറ്റഡ് ഇൻ മൈ റൈറ്റ് നീ, അല്ലെങ്കിൽ പെയിൻ ലൊക്കേറ്റഡ് ഇൻ മൈ സ്പൈൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ ഡിസ്ക്രൈബ്ഡ് ആസ്, ആ പെയിൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു? അവിടെ ആ പെയിൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പറഞ്ഞു, പെയിൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന വേർഡ്സ് പറഞ്ഞല്ലോ. അപ്പോൾ ആ വേർഡ് എന്താണോ അത് കേൾക്കുക, അതാണ് അവിടെ എഴുതുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റിലെ കീവേഡ് അനുസരിച്ച് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയും അവിടെ വരുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ അവിടെ വരുന്ന വേർഡിനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സോ യെസ്, അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ് തിങ്? സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ വേർഡ് ദാറ്റ് കംസ് ഇൻ ദാറ്റ് ഡാഷ്, ആ ഡാഷിൽ വരുന്ന വേർഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഡാഷിന് മുമ്പ് എന്താണോ പറയുന്നത് ആ വേർഡ്സ്, ആ അവിടുത്തെ ഒരു കീവേഡ് നമ്മൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ആ ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന കീവേഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ ഫോർത്ത് തന്നിരിക്കുന്നത്. മെൻഷൻസ് ഹിസ് ഇന്നബിലിറ്റി ആസ് ഡാഷ് മോസ്റ്റ് ഫ്രസ്ട്രേറ്റിംഗ് ആസ്പെക്ട്. അപ്പോൾ അവിടെ ഇന്നബിലിറ്റി എന്ന് പറഞ്ഞ വേർഡ്. അപ്പൊ ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. ഹീസ് ട്രൈങ് ബട്ട് ഹീസ് നോട്ട് ഏബിൾ ടു ഡു. അപ്പോൾ ആ ഇന്നബിലിറ്റി എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക, ആസ് ദ മോസ്റ്റ് ഫ്രസ്ട്രേറ്റിംഗ് ഫാക്ടർ. പിന്നെ ഫിഫ്ത്തിൽ നോക്കിക്കേ, ഡാഷ് സെൻസേഷൻ, എന്തോ ആ കാഫില്, ആ പേഴ്സന്റെ കാഫില് എന്തോ കൈൻഡ് ഓഫ് സെൻസേഷൻ ഉണ്ട്. അപ്പോൾ ആ സെൻസേഷൻ എന്തായിരിക്കും? ചിലപ്പോൾ അതൊരു പെയിൻ ആയിരിക്കും, ചിലപ്പോൾ അത് ടിംഗ്ലിംഗ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ സെൻസേഷൻ, ആ കാഫിൽ എന്താണ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ സെൻസേഷൻ ആണ് നമ്മുടെ കീവേഡ്. സോ ദിസ് ഈസ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദ കീവേഡ്, ദിസ് ഈസ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദ പാരഫ്രൈസിംഗ്, ആൻഡ് ദിസ് ഈസ് ഹൗ വി ഗോ ഫോർ ദ ആന്റിസിപ്പേഷൻ ആൻഡ് പ്രെഡിക്ഷൻ സ്ട്രാറ്റജി. സോ ഇതാണ് നമ്മൾ ലിസണിങ്ങിന്റെ മേജർ പാർട്ട് എയിലെ മേജർ സെറ്റായിട്ട് ചെയ്യുക. സോ ഇത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണം, എങ്ങനെ ആൻസറിലേക്ക് പോകണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ക്ലിയർ ആയിട്ട് ഞാൻ പാർട്ട് എ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ലോഗ് ഓൺ ടു ദാറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പാർട്ട് എയുടെ സ്ട്രാറ്റജീസിലേക്ക് നമ്മൾ കയറുമ്പോഴുള്ള കാര്യം. ഓക്കെ, സോ ഐ ഹോപ്പ് പാർട്ട് എയുടെ ഒരു സ്ട്രക്ചറിങ്, കാരണം പാർട്ട് എ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം എന്താ, പാർട്ട് ബിയിലും സിയിലും നമുക്ക് ബബിൾ ചെയ്ത് വെച്ചാൽ മതി, പക്ഷെ പാർട്ട് എയിൽ നമുക്ക് കേട്ടിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് ഇസ് എ റീസൺ വൈ ദാറ്റ് ഐ ഹാവ് ടേക്കൺ പാർട്ട് എ ഇൻ എ സെപ്പറേറ്റ് മാനർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു പാർട്ട് ബി ആൻഡ് സി. നമുക്ക് പാർട്ട് ബി ആൻഡ് സിയിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. പാർട്ട് ബി ആൻഡ് സിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞുമ്പോൾ ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം പാർട്ട് എ, അല്ലെ? പാർട്ട് എയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറിംഗ് ആണ് പാർട്ട് ബി ആൻഡ് സിയിൽ വരിക. പാർട്ട് ബി ആൻഡ് സിയിൽ എന്താണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്? നമ്മൾ ഇൻട്രൊഡക്ടറി സെന്റൻസസിൽ നമ്മൾ പറഞ്ഞു, പാർട്ട് ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ്, പാർട്ട് സിയിൽ നമുക്ക് 2 എക്സ്ട്രാക്ട് ഉണ്ടായിരിക്കും, C1 C2.
ഓരോന്നിനും 6 questions വെച്ച്. So when we tally it, part B 6, part C first extract 6, second extract 6. 6 into 3 18. 18 plus 24 42 questions. അപ്പോൾ പാർട്ട് ബി ആൻഡ് സിയിൽ നമുക്ക് ടോട്ടൽ ഉള്ളത് 18 questions ആണ്. ആ 18 questions-ന്റെ സ്പെഷ്യാലിറ്റി എന്താ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഡിയോ തരും. ആ ഓഡിയോനെ ബേസ് ചെയ്ത് വിൽ ബി ഹാവിങ് എ ക്വസ്റ്റ്യൻ. നേരത്തെ ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ റേസ് ആൻസർ കണ്ട പോലെ. പക്ഷേ അവിടെ കോണ്ടെക്സ്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓഡിയോനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ആൻഡ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് വിൽ ബി ഗിവൻ 3 ഓപ്ഷൻസ്. നമ്പേർഡ് ഇറ്റ് ആസ് എ, ബി ആൻഡ് സി. ആ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ള ആ ഒരു, ആൻഡ് വി വിൽ ഓൺലി ഹാവിങ് എ സിംഗിൾ റൈറ്റ് ഓപ്ഷൻ. ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ശരിയായിട്ടുണ്ടാവുള്ളൂ ഇൻ ദി 99.99999 കേസസ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എ ആണോ ബി ആണോ സി ആണോ എന്ന് നമ്മൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ടാസ്ക്. Okay, so this is called MCQ type of questions. So the first thing that we need to do in, let me go for part B and C, is that utilize the reading time. യൂട്ടിലൈസ് ദ റീഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ബി എടുത്തപ്പോഴും പാർട്ട് സി എടുത്തപ്പോഴും നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ആൻസർ ടാക്കിൾ ചെയ്യുന്നതിന് മുമ്പ് പാർട്ട് ബിയിൽ ആ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം നമുക്ക് OET തരുന്നുണ്ട്. അപ്പൊ പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നമുക്ക് എത്ര സമയം കിട്ടുന്നു? we have what 15 seconds. അപ്പൊ നമുക്ക് 15 seconds പാർട്ട് ബി ആൻഡ് സിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പാർട്ട് എയിൽ എത്തുമ്പോൾ 30 ആണ് കേട്ടോ, നമുക്ക് അറിയാൻ വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ. സോ പാർട്ട് ബിയിൽ നമുക്ക് 15 seconds കിട്ടുന്നു. പാർട്ട് സിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? 90 seconds കിട്ടുന്നു. ഇതാണ് നമ്മുടെ സംഭവം. സോ പാർട്ട് ബിയിൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് 6 questions ആണെന്ന് പറയുന്നല്ലോ, 6 questions വായിക്കാനായിട്ട് നമുക്ക് 15 seconds തരുന്നുണ്ട്. അപ്പൊ ആ 15 seconds വളരെയധികം ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് വെൻ വി കം ടു ദീസ് പാർട്ട് ബി ആൻഡ് സി. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് ആ 15 seconds കിട്ടിക്കഴിയുമ്പോൾ, ഐ നോ ദാറ്റ് ഇസ് എ വെരി ഷോർട്ട് ടൈം, ബിഗിനേഴ്സിന് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളൊരു കോൺസ്റ്റന്റ് പ്രാക്ടീസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 15 seconds കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. ഓക്കെ, ആ 15 questions വാട്ട് ഇസ് ദ ഓപ്ഷൻ, വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ഗിവൺ, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ ആര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആര് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടറും എന്നാണ് ഞാൻ താഴത്തേക്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് ഹൗ ടു ലിസൺ എന്ന കാര്യം അത് ക്ലബ് ചെയ്താണ് ഞാൻ പറയുന്നത്. യൂട്ടിലൈസ് ദ റീഡിംഗ് ടൈം, ഹൗ ടു ലിസൺ ടു ദി എക്സ്ട്രാക്ട്. ഫോർ എക്സാമ്പിൾ, പാർട്ട് ബിയിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ 2 ഹെൽത്ത് പ്രൊഫഷണൽസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ, യു ഹിയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ നേഴ്സ് ആൻഡ് എ ഡോക്ടർ റിഗാർഡിംഗ് സംതിങ്. അതായിരിക്കും കിട്ടുക. അപ്പൊ അവിടെ 2 പേര് സംസാരിക്കുന്നുണ്ട്. വൺ ഇസ് ദ ഡോക്ടർ ആൻഡ് ദ അതർ ഇസ് നേഴ്സ്. പക്ഷേ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുക, വാട്ട് പ്രോബ്ലം ഡസ് ദ ഡോക്ടർ മെൻഷൻ എന്നായിരിക്കും. നേഴ്സും ഡോക്ടറും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഡോക്ടറുടെ പെർസ്പെക്റ്റീവിൽ നിന്നും ആ ഡോക്ടർ എന്ത് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ആ ഡോക്ടർ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ക്ലൂ മനസ്സിലാകുന്നു. നമ്മുടെ മേജർ ഫോക്കൽ പോയിന്റ് വേർ വി നീഡ് ടു ഗീവ് ദ മോർ ഫോക്കസ് എന്ന് പറയുന്നത് ഡോക്ടറിന്റെ പെർസ്പെക്റ്റീവിലാണ്. നേഴ്സ് പറയുന്നത് കേൾക്കണ്ടെന്നല്ല, ഡോക്ടറുടെ കാര്യമല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആരുടെ രീതിയിൽ നിന്നാണോ അല്ലെങ്കിൽ ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണോ അല്ലെങ്കിൽ ആരുടെ സെയിൽ നിന്നാണോ ക്വസ്റ്റ്യൻസ് വന്നത് അതിനനുസരിച്ച് നമ്മൾ ആൻസർ ടാക്കിൾ ചെയ്യാം. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഫോർ എക്സാമ്പിൾ, ചില സമയത്ത് ഒരു ഡോക്ടർ ഒരു പാരാമെഡിക്കിനോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാരാമെഡിക് ഒരു ഡോക്ടറിനോട് സംസാരിക്കുകയാണ്. ആൻഡ് വാട്ട് ഇസ് ദ ഡോക്ടർ ഡൂയിങ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡോക്ടർ സെർച്ചിങ് ഫോർ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദി എയിം ഓഫ് ദ ഡോക്ടേഴ്സ് ടോക്ക് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ഡോക്ടർ പാരാമെഡിക്കിനോട് എന്ത് പറയും എന്നുള്ളത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതിനകത്ത് നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, വാട്ട് ഇസ് ദി ഡോക്ടർ ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പാരാമെഡിക് ഡൂയിങ് എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പാരാമെഡിക് കൺവേസ് ടു ദ ഡോക്ടർ എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു ഓപ്ഷനിൽ സജസ്റ്റിംഗ് ആൻ ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു ലോജിക് ഉണ്ട്. ഒരിക്കലും ഒരു പാരാമെഡിക് ഡോക്ടറിന്റെ അടുത്ത് ഇന്ന മെഡിക്കേഷൻ കൊടുക്കൂ അല്ലെങ്കിൽ ഇന്ന ഒരു മെഡിക്കേഷന്റെ പേര് സജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നില്ല. സോ ഇതുപോലെ ഓപ്ഷൻസ് നമുക്ക് മാറി മാറി തരാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ലോജിക്കൽ സെൻസ് വെച്ചിട്ട് ഡോക്ടർ ഒരു പാരാമെഡിക് ഡോക്ടറിനോട് എന്തൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു നേഴ്സ് ഒരു ഡോക്ടറിനോട് എന്തൊക്കെ പറയും, ഒരു ഡോക്ടർ തിരിച്ച് നേഴ്സിനോടാണെങ്കിൽ എന്തൊക്കെ പറയാം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് കോൾഡ് യൂട്ടിലൈസിംഗ് ദ റീഡിംഗ് ടൈം ആൻഡ് ഹൗ ടു ലിസൺ ടു ദി എക്സ്ട്രാക്ട്. ഓക്കെ, പിന്നെ
നമുക്ക് പാർട്ട് സിയിലേക്ക് പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ മിസ്സിംഗ് നോട്ട് എന്നുള്ളത് വാട്ട് ഇസ് അക്കോർഡിംഗ് ടു ദിസ് വാട്ട് ഇസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി എക്സ്ട്രാക്ട്, വാട്ട് ഇസ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ദ സിംറ്റം ഓഫ് സംതിങ്. ഒരു ഡോക്ടറും ഒരു നഴ്സും ഒരു പേഷ്യന്റിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഇന്ന സിംറ്റംസ് ഉണ്ട് എന്നൊക്കെ ആയിരിക്കും അവർ പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, വാട്ട് ഇസ് നോട്ട് ദ സിംറ്റം മെൻഷൻഡ് ബൈ ദ നേഴ്സ് എന്നായിരിക്കും. പക്ഷെ നമ്മൾ ബൈ മിസ്റ്റേക്ക് നമ്മുടെ ആ ഒരു നെർവസ്നെസ്, നമ്മുടെ ആ ഒരു സമയത്ത് നമ്മൾ നോട്ട് എന്ന് പറയുന്ന ആ വേർഡ് നമ്മൾ കേൾക്കാതെ പോകും. അതിന്റെ പ്രശ്നം എന്താ, അവർ സിംറ്റംസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും. ആ നോട്ട് എന്നുള്ളതിന്റെ ഒരു എക്സ്ട്രാ, അവർ പറയാത്തതിന്റെ ഒരു എക്സ്ട്രാ സിംറ്റംസിന്റെ ഒരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ടായിരിക്കും. ബാക്കി സിംറ്റംസിന്റെ എല്ലാം ഓപ്ഷൻ അവിടെ കിടപ്പുണ്ടായിരിക്കും. സോ നമ്മൾ മിസ്റ്റേക്ക് ആയി പോകും. സോ നമ്മൾ പാർട്ട് ബിയിലും സിയിലേക്കും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആ നോട്ട് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. സോ ഡോണ്ട് മിസ് ദീസ് കൈൻഡ്സ് ഓഫ് നോട്ട് ദാറ്റ് കംസ് ഇൻ ദ ക്വസ്റ്റ്യൻ. പിന്നെ നോട്ട് ലിസണിങ് ടു ദ ടെയിൽ എൻഡ്സ്. എന്താണ് നോട്ട് ലിസണിങ് ടു ദ ടെയിൽ എൻഡ്സ് എന്ന് പറയുന്നത്? അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഞാനത് പറയാം. ഫോർ എക്സാമ്പിൾ, ഏതൊക്കെ കാരണം കൊണ്ടാണ് ഒരു ഡിസീസ് വരുന്നത് എന്നൊരു ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ അവർ പല കാരണങ്ങൾ കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു സ്കിൻ കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിയോഡ്രന്റ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം, നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പല കോസ്മെറ്റിക്സും ഉപയോഗിക്കുന്ന കാര്യം കൊണ്ട് ഒരു സ്കിൻ കണ്ടീഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ thing or what is the most inducing factor of that particular, ഏത് കാര്യം കൊണ്ടാണ് ആ സ്കിൻ കണ്ടീഷൻ നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്നതെന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ സമയത്ത് ഷേവിംഗ് ക്രീം ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ഡിയോഡ്രന്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ വേറെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ഏത് കൊണ്ടാണ് ആ പർട്ടിക്കുലർ സ്കിൻ കണ്ടീഷൻ വന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവർ ഈ എല്ലാ കാര്യങ്ങളും ഇവർ അഡ്രസ് ചെയ്യും. ഇവർ ഷേവിംഗ് ക്രീമിനെ അഡ്രസ് ചെയ്യും, ഇവർ ഡിയോഡ്രന്റിനെ അഡ്രസ് ചെയ്യും, ഇവർ സ്പ്രേ അല്ലെങ്കിൽ ഇവർ എല്ലാ കാര്യത്തെ അഡ്രസ് ചെയ്യും. പക്ഷേ അതിനകത്ത് ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പോൾ shaving cream, it is most people say that shaving cream could be is a factor, but there is no evidence pointing to that എന്ന് വരും. അപ്പോൾ ഷേവിംഗ് ക്രീം ഒരു ഫാക്ടർ ആണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ് കൊടുത്തിട്ട് അതിന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, മോസ്റ്റ് പീപ്പിൾ സേ ഷേവിംഗ് ക്രീം ഇസ് എ ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിർത്തും. അത് കഴിഞ്ഞ് പറയുന്ന ടെയിൽ എൻഡ് നമ്മൾ ശ്രദ്ധിക്കില്ല. സോ ഇവിടെയാണ്, ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് ബിയിലും സിയിലും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ടെയിൽ എൻഡ്, അവർ പറയുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതിനെ കണക്ട് ചെയ്തിട്ട് അവർ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കൂടെ പറയുന്നുണ്ടോ നിങ്ങളുടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് അണ്ടർസ്റ്റാൻഡിങ് ദ കീവേഡ്സ് ആൻഡ് സിനോണിംസ്. അപ്പോൾ ആ കീവേഡ്സ് വെച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പാർട്ട് ബിയിൽ വരുവാണ്, വാട്ട് ഇസ് ദി തന്നിട്ടുണ്ട്, വാട്ട് പ്രോബ്ലം ഡസ് ദ ഡോക്ടർ മെൻഷൻ. വാട്ട് പ്രോബ്ലം ഡസ് ദ ഡോക്ടർ മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ പാരഗ്രാഫിൽ ആ എക്സ്ട്രാക്റ്റിൽ ആ ഡോക്ടർ എന്തോ ഒരു പ്രശ്നം, ആ ഡോക്ടർ എന്തോ ഒരു പ്രോബ്ലം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലം എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ്. അപ്പൊ ആ പ്രോബ്ലത്തെ ഓഡിയോയിൽ എങ്ങനെ പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നു അതാണ് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഐ എം വറീഡ്, ഐ എം ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ, ഐ എം നെർവസ് റിഗാർഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് എന്നൊക്കെ ആയിരിക്കും തന്നിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതാം. പിന്നെ ഞാൻ തന്നിരിക്കുന്ന try to read the questions at least 2 times എന്നും റീഡിംഗ് ടെക്നിക് ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ് എന്ന് തന്നിരിക്കുന്നത് പാർട്ട് സിയിലെ റീഡിംഗ് സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ, പാർട്ട് സിയിലെ 2 എക്സ്ട്രാക്റ്റിലെ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട്, C1 ആ 6 ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നമുക്ക് 90 സെക്കൻഡ്സും C2 2 ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് നമുക്ക് 90 സെക്കൻഡ്സും തരും. സോ ആ 90 സെക്കൻഡ്സ് തന്നിരിക്കുന്ന സമയത്ത് വാട്ട് ഈസ് അവർ റീഡിംഗ് സ്ട്രാറ്റജി, ടോപ്പ് ടു ബോട്ടം ആൻഡ് ബോട്ടം ടു ടോപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അത് ആ ഒരു ടെക്നിക്ക് അത്രത്തോളം ഈസി ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ബൈ പ്രാക്ടീസ് വി ക്യാൻ ബ്രിങ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. എന്താ ചെയ്യുക, 31 to 36 ആ ക്വസ്റ്റ്യൻസിനെ ഫസ്റ്റ് റീഡിംഗിൽ 31 നിന്ന് തുടങ്ങി ഓപ്ഷൻസ് വായിച്ച് 36 എത്തുക. പിന്നെ എന്ത് ചെയ്യണം, then you start from 36 to 31. So first read from the top to the bottom, then start reading from the bottom to the top. അങ്ങനെ 2 റീഡിങ്. എന്താ അതിന്റെ ഗുണം, നമ്മൾ ഫസ്റ്റ് 31 to 36 വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വായിക്കും, ആ 36 ക്വസ്റ്റ്യനിലാണ് നമ്മൾ വായിച്ചു തീർക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഏതായിരിക്കും, 36th ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 31 അപ്പൊ നമ്മളൊരു റിവേഴ്സ് കൈൻഡ് ഓഫ് റീഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 36, 35, 34, 33, 32, 31 അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ there are 2 advantages.
The first thing is that we are reading the question 2 times. ആ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഒരു എന്തെങ്കിലും ആ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ സ്റ്റക്ക് ആയിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവസാനം വായിച്ച് നിർത്തുന്നത് 31st ക്വസ്റ്റ്യനിലാണ്, ഫ്രം വിച്ച് ദ ഓഡിയോ സ്റ്റാർട്ട്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ 36th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിച്ചിട്ട് അവിടെ നിർത്തിയെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താ, നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന 36th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസും അതിന്റെ ക്വസ്റ്റ്യന്റെ കീവേഡും അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടതല്ലോ, നമുക്ക് 31st ക്വസ്റ്റ്യൻ അല്ല വേണ്ടത്. സോ ആ 31st ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഫൈനൽ റീഡിംഗ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ ഹാവിംഗ് എ തിങ് കോൾഡ് ടോപ്പ് ടു ബോട്ടം, ബോട്ടം ടു ടോപ്പ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. ആൻഡ് ദ ലാസ്റ്റ് തിങ് വിച്ച് ഐ നീഡ് ടു മെൻഷൻ ഇൻ ദിസ് തിങ് ഇസ് ദാറ്റ്, അത് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാനത് പറയാം, അണ്ടർസ്റ്റാൻഡിങ് ദ ഷിഫ്റ്റ് ഓഫ് ദ ടോപ്പിക് അല്ലെങ്കിൽ ദ അണ്ടർസ്റ്റാൻഡിങ് ദ ചേഞ്ച് ഇൻ ദ പാരഗ്രാഫ്. അപ്പൊ പാർട്ട് സിയിൽ നമുക്കറിയാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോവാണ്, ബ്രേക്ക് ഇല്ല പാർട്ട് ബിയിൽ പറയുന്ന പോലെ തന്നെ. അപ്പൊ പാർട്ട് സിയിൽ നമുക്ക് എന്താ വരിക, ഏതൊരു കുഡ് ബി ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആയിരിക്കും വരിക. ഇന്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതിന്റെ അനുസരിച്ച് ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാവും. പക്ഷെ പ്രസന്റേഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കും, കാരണം അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ പ്രസന്റേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. അവിടെയാണ് നമ്മൾ സൈൻ പോസ്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് മാറ്റർ, നൗ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ്. ഇതിലേക്ക് അർത്ഥം എന്താ, നൗ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തിട്ട് ഹീസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ന്യൂ ടോപ്പിക്. ഇങ്ങനെയാണ് ഈ നമുക്ക് സൈൻ പോസ്റ്റിംഗ് ഫ്രേസസ് വഴി ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റു ടോപ്പിക്കിലേക്ക് ദ പ്രസന്റേറ്റർ ഓർ ദ പേഴ്സൺ ഹു ടെൽസ് അത് മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടിപ്പ് ദാറ്റ് എവറി വൺ ഡസൻ നോ, ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ആ ടോപ്പിക് നേരത്തെ പറഞ്ഞ പ്രീവിയസ് ടോപ്പിക്കിൽ നിന്നും നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ലിസണിങ് ഓഡിയോയിൽ ഒരു സ്മോൾ പോസ് അവിടെ ഉണ്ടായിരിക്കും. സാധാ കൊടുക്കുന്ന പോസ് അല്ലാതെ അടുത്ത ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി തരാനായിട്ട് അവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് അവരെ ആ ഒരു പ്രസന്റ് ചെയ്യുന്ന ആൾ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ബൈ യൂസിങ് ദീസ് ടു സ്ട്രാറ്റജീസ്, സൈൻ പോസ്റ്റിംഗ് വെച്ചിട്ടും ബൈ അണ്ടർസ്റ്റാൻഡിങ് ദീസ് സ്മോൾ പോസസ് ഇൻ ബിറ്റ്വീൻ ദ ഓഡിയോ നമുക്ക് ടോപ്പിക്സ്, പാർട്ട് സിയിലെ ടോപ്പിക്സ് ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ട് സിയുടെ കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് കോമൺലി പറയാനായിട്ടുള്ള ലിസണിങ്ങിന്റെ പാർട്ട് എയിലെയും ബിയിലെ സിയിലെ ഒരു ടിപ്പായിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കിനകത്തൊരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യു ഹിയർ ആൻ എമർജൻസി പാരാമെഡിക് ടോക്കിംഗ് ടു ആൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡോക്ടർ അബൌട്ട് എ പേഷ്യന്റ് ഹു ഹാസ് ഫോളൻ ഫ്രം ഹിസ് മോട്ടോർസൈക്കിൾ. വാട്ട് ഈസ് പാരാമെഡിക് ഡൂയിങ്? അപ്പോ ഒരു പാരാമെഡിക് ഒരു ഡോക്ടറോട് സംസാരിക്കുന്നതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് അല്ലെ. സോ ഒരു പാരാമെഡിക് ഒരു ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാരാമെഡിക് ഡോക്ടറിനോട് എന്ത് പറയുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട് നോക്കിക്കേ. കൺഫേമിംഗ് വാട്ട് ഹാപ്പൻ ടു ദ മാൻ ഇൻ ദാറ്റ് ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ ആ മനുഷ്യന് എന്ത് പറ്റി എന്നുള്ളതാണ് പാരാമെഡിക് ആദ്യം ചോദിക്കുന്ന സംഭവം. പിന്നെ എന്താ പറയാ, സമ്മറൈസിംഗ് ദ പേഷ്യൻസ് ഇഞ്ചുറീസ് ആൻഡ് ട്രീറ്റ്മെന്റ്. പേഷ്യന്റിന്റെ ഇഞ്ചുറീസും ട്രീറ്റ്മെന്റും പറയുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, സജസ്റ്റിംഗ് ആൻഡ് appropriate pain medication to administer. പാരാമെഡിക് അല്ലേ, അപ്പൊ നമ്മൾ പാരാമെഡിക്കിന്റെ ഓഡിയോ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഓപ്ഷൻ സി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരിക്കലും ഒരു പാരാമെഡിക് ഡോക്ടറിനോട് ഇന്ന മെഡിക്കേഷൻ കൊടുക്കും എന്ന് സജസ്റ്റ് ചെയ്യില്ല. സോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് എന്ന് പറയാം. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, an emergency talking to an accident and emergency doctor about a patient who has fallen from his motorcycle. This gentleman's name is Brian. He came off his motorbike at a corner and his leg hit a telephone box. Oh, I see. Looks like he fell pretty hard. Yeah, when we arrived, he was sitting up and talking. GCS 15 and no signs of head injury. Just some pain in his right shoulder. But the main injury is a deformed and angulated right femur, which we manipulated on the scene. How's the circulation around the leg? He had a cold avascular right foot at the time, and the blood supply seems to have come back post-manipulation. Numbers-wise, he's normal. He's had 150 milligrams of ketamine and a total of 8 milligrams of morphine as well. അപ്പോ
ആ ഓഡിയോയുടെ അവസാനം 8 milligram ഓഫ് മോർഫീൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി അദ്ദേഹം കഴിക്കുന്ന മെഡിസിനാ, അല്ലാതെ ഇവിടെ പാരാമെഡിക് ഒരിക്കലും ഒരു മെഡിസിൻ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പാരാമെഡിക് എന്താണ് ചെയ്യുന്നത്? ഒന്നുകൂടെ ഓരോന്ന് കേട്ടെ. He fell pretty hard. Yeah, when we arrived, he was sitting up and talking. GCS 15 and no signs of head injury, just some pain in his right shoulder. But the main injury is a deformed and angulated right femur, which we manipulated on the scene. So the main injury is formed on the angulated femur. അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആംഗുലേറ്റഡ് ഫീമറിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, കൺഫേമിംഗ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ആക്സിഡന്റ്. കൺഫർമേഷൻ ഒന്നും അവിടെ പറയുന്നില്ല, ആക്സിഡന്റ് പറ്റി എന്ന് പറയുന്നുണ്ട്. സോ അദ്ദേഹം എന്താണ് പറയുന്നത്? സോ മെയിൻ ഇഞ്ചുറി ഉണ്ടായത്, അല്ലെ പാരാമെഡിക് ആ ഡോക്ടറോട് പറയാണ് മെയിൻ ഇഞ്ചുറി ഉണ്ടായത് ഫീമറിലാണ്, ആംഗുലേറ്റഡ് ഫീമറിലാണ്. സോ 30യുടെ ആൻസർ എന്താണ്? സമ്മറൈസിംഗ് ദ പേഷ്യൻസ് ഇഞ്ചുറീസ് ആൻഡ് ട്രീറ്റ്മെന്റ്. സോ ഇതുപോലെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പാർട്ട് ബിയുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, യെസ്. സോ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. 31st ക്വസ്റ്റ്യൻ ഞാനത് ജസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്. ഞാനത് ഇറ്റ്സ് നോട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ ടെയിൽ എൻഡ് എന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താ അണ്ടർസ്റ്റാൻഡിങ് ദ ടെയിൽ എൻഡ്? നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ എന്നതാണ് എല്ലാം എന്ന് അവർ പറയും, പക്ഷെ അവരെന്ത് ചെയ്യും? അത് അത്രയും പറഞ്ഞിട്ട് അതിങ്ങനെ അല്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് എവിഡൻസ് ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ അവരതിനെ മെൻഷൻ ചെയ്യും. ഒന്ന് നോക്കിയേ, ഡോക്ടർ കൂപ്പർ എക്സ്പ്ലെയിൻ ദാറ്റ് വൺ കോസ് ഓഫ് HS മേ ബി ബ്ലോക്ക് ഹെയർ ഫോളിക്കിൾസ് റിസൾട്ടിങ് ഫ്രം. അപ്പോൾ HS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത് ബ്ലോക്ക്ഡ് ഹെയർ ഫോളിക്കിൾ കൊണ്ടാണ്. അത് എന്തുകൊണ്ട് റിസൾട്ട് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന് ഷേവിംഗ് ക്രീം കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം, ഒന്ന് ഓവർ യൂസ് ഓഫ് ഡിയോഡറന്റ് ആയിരിക്കാം, ഒന്ന് ഇഫക്ട്സ് ഓഫ് സ്മോക്കിംഗ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഏത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് ലിസൺ ടു ദാറ്റ്. Or abscesses. This is unfortunate, as the condition can be very distressing for the patient. We don't know exactly what causes HS, though it seems to be linked to blocking of the hair follicles in the affected area. It tends to occur most often in younger females, and it's often found in patients who are overweight. Studies carried out into a possible link between deodorant use and HS have so far been inconclusive. അപ്പോ ഡിയോഡ്രന്റ് യൂസ് ആൻഡ് HS എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർ കട്ട് ചെയ്തിട്ട് അവർ പറയുന്നു ഇറ്റ് സോ ഫാർ ഹാസ് ബീൻ ഇൻകൺക്ലൂസീവ്. ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? വി ഡോണ്ട് ഹാവ് ഇനഫ് ഡേറ്റ ടു പ്രൂവ് ദാറ്റ്. അപ്പോൾ യൂസ് ഓഫ് ഡിയോഡ്രന്റ് അവർ തന്നിട്ടുണ്ട്, പക്ഷെ അവർ പറയുന്നുണ്ട് അത് ഇൻകൺക്ലൂസീവ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഓക്കെ, Condition is more prevalent among smokers, and there's some evidence that nicotine may affect the follicles. Okay, so prevalent among smokers എന്ന് പറയുന്നുണ്ട്, and there is some evidence that nicotine may affect the follicle. അപ്പോൾ നമുക്ക് അതിനെ കോറിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ സി അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, ഷേവിംഗ്. അപ്പൊ നമുക്ക് ചെറിയൊരു ക്ലൂ കിട്ടി സ്മോക്കിംഗ് ആയിരിക്കാം എന്നുള്ളത്. പക്ഷെ ഇനിയിപ്പോ അവർ ഷേവിംഗിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് അറിയണ്ടേ. സോ നമുക്ക് ഓഡിയോ മൊത്തം കേട്ടേ പറ്റൂ. ജസ്റ്റ് ലിസൺ. Patients sometimes worry that they've caused the condition by shaving or Okay, may have caused the condition by shaving, പക്ഷെ അവർ പറയുന്നു there is no evidence for that. അപ്പോൾ ഷേവിംഗ് കൊണ്ടായിരിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് എവിഡൻസ് ഇല്ല എന്ന് പറയുന്നു. സോ ഓവർ യൂസ് ഓഫ് ഡിയോഡ്രന്റ് ഇൻകൺക്ലൂസീവ് എന്നും ഷേവിംഗ് എന്ന് പറയുന്നതിന് എവിഡൻസ് ഇല്ല എന്നും പറയുന്നു. സോ നമ്മൾ എയും ബിയും എലിമിനേറ്റ് ചെയ്യുന്നു, ആൻഡ് there is some evidence that nicotine or smoking can cause that particular thing. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് നമ്മുടെ ആൻസർ വരും. ഇനി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത്, നമ്മൾ ഈ നോട്ട് എന്ന് പറയുന്ന കാര്യം മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ലിസണിങ് അല്ലെങ്കിൽ ലിസണിങ് മോഡിൽ ചോദിക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ഓഫ് അമീബ കെരാറ്റിസ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഒരു പ്രീഡിസ്പോസിംഗ് ഫാക്ടർ അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് തിങ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ നോട്ട് മിസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ കൂടി ഒന്ന് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനോട് ഇട്ടത്. ഓക്കെ, ജസ്റ്റ് സി. Amoeba keratitis represents a multifactorial process connected with the use of contact lenses. It can also occur in non-contact lens users, especially those with low levels of immunoglobulin A antibodies in their tear film. അപ്പോൾ നമ്മൾ കേട്ടു ലോ ലെവൽസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ A ആന്റിബോഡീസ് ഇൻ ടിയർ ഫിലിംസ് അതുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് കേട്ടു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോട്ട് ആണ്. സോ നമ്മൾ A എലിമിനേറ്റ് ചെയ്തു. ഓക്കെ,
or changes in the surface of the cornea. Or changes in the surface of cornea. അപ്പം ഓപ്ഷൻ എയും ബിയും എക്സാക്ട്ലി നമ്മുടെ ഓഡിയോയിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും അതിന്റെ ഫാക്ടർ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റൻ എന്താ? നോട്ട് എ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ ആണ്. സോ വി എലിമിനേറ്റ് ഓപ്ഷൻ എ ആൻഡ് ബി ആൻഡ് വി ജസ്റ്റ് കം ടു ദി ആൻസർ ആസ് ഓപ്ഷൻ സി. ഓക്കെ, സോ നമുക്ക് ഇവിടെ നമ്മൾ ബിയും സിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ലാതെ വി ഹാവ് അനദർ തിങ് കോൾഡ് എലിമിനേഷൻ. MCQ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എലിമിനേഷൻ സെലക്ഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഇഫ് യു കാൺ ഗെറ്റ് ഇൻ ടു ദി ആൻസർ ഡയറക്ട്ലി, ട്രൈ ടു എലിമിനേറ്റ് ദ റെസ്റ്റ് ഓഫ് ദി ടു ഓപ്ഷൻസ്. ആ റെസ്റ്റ് ഓഫ് ദി ടു ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ആ റെസ്റ്റ് ഓഫ് ദി ടു ഓപ്ഷൻസ് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ആൻസർ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് അത് എങ്ങനെ വന്നു എന്നുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതണ്ട. യു നീഡ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഷുഡ് റൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ദി ആൻസർ. ആൻഡ് ഒരു കാര്യം കൂടെ പറയാം, നെവർ ലീവ് എനി ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക്. ഒരു ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആയിട്ട് ഇടാതെ നോക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഈ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് PSC UPSC എക്സാംസ് ഒക്കെ എഴുതുന്ന പോലെ നിങ്ങൾക്ക് നെഗറ്റീവ് ഷെയ്ഡിങ്സ് ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്സ് നിങ്ങൾക്കില്ല. അപ്പോൾ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ ആ കേട്ടതിന്റെ ലോജിക്ക് അനുസരിച്ച് ജസ്റ്റ് ട്രൈ ടു ബബിൾ ഒരു ആൻസർ ബബിൾ ചെയ്യാൻ കൂടെ നോക്കുക. ഓക്കെ, ആ നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങാനും ബിരിയാണി കൊടുക്കാലോ അല്ലെ, സോ എങ്ങാനും ശരിയായാലോ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നോക്കുക. ഓക്കെ, സോ എലിമിനേഷൻ സെലക്ഷൻ സ്ട്രാറ്റജി, ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ എക്സാക്ട് ഓപ്ഷൻ, try to eliminate the rest of the two options and go for the option that is left. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ലൈവില് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു സ്ലൈഡോടെ കൂടെ ചെയ്തിട്ടുണ്ട്, അതൊരു സമ്മറി പോലെയാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അത് എന്താണ്, ഒരു കോമൺ ഡൗട്ട്സ് ആണ് അത് സ്റ്റുഡൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ലിസണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ഡൗട്ട്സ്. ഓക്കെ, കോമൺ ഡൗട്ട്സ് നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ ഓൾറെഡി കാര്യം നമ്മളത് പറഞ്ഞു. പിന്നെ യൂണിറ്റ് ആൻഡ് ഡോസ് ആണ് നമുക്ക് അതിനകത്ത് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, യൂണിറ്റ് ആൻഡ് ഡോസിൽ അവർ ചോദിക്കും ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ മെഡിക്കേഷൻ പാരസെറ്റമോൾ 500 mg, അല്ലെങ്കിൽ പാരസെറ്റമോൾ 5 mg, 600 mg. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ടോട്ടലായിട്ട് നമ്മൾ അത് എടുത്ത് എഴുതണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഫോർ എക്സാമ്പിൾ, മെഡിക്കേഷന്റെ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ലിസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻസിൽ നമുക്ക് പാരസെറ്റമോൾ അതിന്റെ ഒരു യൂണിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാരസെറ്റമോളും അതിന്റെ യൂണിറ്റും എത്രത്തോളം അതിന്റെ ഡോസ് കഴിക്കണം അതും രണ്ടും കൂടി എഴുതണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, പ്രീവിയസ്ലി ആ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസിന്റെ കൂടെ അവർ ആ മെഡിക്കേഷന്റെ നെയിമും ആ ഡോസേജും കൂടെയാണ് അവർ തന്നിരിക്കുന്നതെങ്കിൽ നമുക്കതൊരു ഇൻഡിക്കേഷൻ ആണ്. നമ്മൾ എഴുതാൻ പോകുന്ന ആൻസറിലും നമ്മൾ അതിന്റെ ഇൻഡിക്കേഷൻസ് വരുത്താം, അല്ലെങ്കിൽ ആ ഡോസേജ് വരുത്താം. ഓക്കെ, ഓൾറെഡി നമുക്ക് 500 mg അല്ലെങ്കിൽ ആ ഡോസേജ് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് ദ മെഡിക്കേഷൻ. പക്ഷെ അത് തന്നിട്ടില്ല, അതിന് മുമ്പ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ മെഡിക്കേഷനിലും ആ പർട്ടിക്കുലർ നെയിം ഓഫ് മെഡിക്കേഷനും അതിന്റെ ഡോസേജും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എഴുതുമ്പോൾ അതോടെ ഒന്ന് എഴുതാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് അത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഇഫ് യു ആർ ജസ്റ്റ് ലിസ്റ്റിംഗ് ദ നെയിം ഓഫ് മെഡിക്കേഷൻസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ബട്ട് ഓൾറെഡി അവർ ഡോസേജ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ ഡോസേജ് ഓൾസോ. ഓക്കെ, അതാണ് മേജർ കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ആൻഡ് പ്ലൂറൽ, യൂണിറ്റ് ആൻഡ് ഡോസേജ് ആണ് ഞാൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ കാര്യം, സിംഗിൾ ഓർ പ്ലൂറൽ ഉപയോഗിക്കുന്നതിന്റെ കാര്യം, പിന്നെ ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ഈ സെഷന്റെ ആദ്യമേ അതിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ യൂണിറ്റ് ആൻഡ് ഡോസേജിന്റെ കാര്യം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലൈവ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊരു പാർട്ട് എ പാർട്ട് ബി പാർട്ട് സിയുടെ ഇലാബറേഷൻ ആയിരുന്നില്ല. നമ്മൾ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് എക്സ്ട്രാ ടിപ്സും ആണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷനിലൂടെ പറഞ്ഞത്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. നിങ്ങൾക്ക് മറ്റ് ലൈവിൽ നിന്നും എന്തെങ്കിലും ഒരു ന്യൂ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ലൈവിൽ നിന്ന് കിട്ടി എന്ന് ഐ ഹോപ്പ്. സോ താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ആൻഡ് ഷോയിങ് യുവർ പേഷ്യൻസ് ആൻഡ് ബീങ് ദെയർ ഇൻ ദിസ് ഹോൾ ലൈവ് സെഷൻ ഫോർ ദ ലാസ്റ്റ് 1 hour. സോ നമ്മൾ ഇന്നത്തേക്ക് ഈ ലൈവ് സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ വിൽ ബി വിത്ത് മോർ ലൈവ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. So thank you all. So have a nice day. So take care, and this is Hari from IILT signing off.